നല്ല നിലയിൽ മരിച്ചെങ്കിൽ മാത്രമേ നാളെ റബ്ബിന്റെ പരലോകത്ത് സമാധാനം കിട്ടുകയുള്ളൂ. ഇരുട്ടുമുത്തിയ കബറുണ്ടല്ലോ, പാമ്പുകളും തേളുകളും ജന്തുക്കളും പുഴുക്കളുമുള്ള കബറുണ്ടല്ലോ, ആ കബറ് എല്ലാ ദിവസവും നമ്മളെ നോക്കിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, എടാ എന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, എന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ പാമ്പുകളുള്ള കബറുണ്ടല്ലോ, തേളുകളുള്ള കബറുണ്ടല്ലോ, ജന്തുക്കളുള്ള കബറുണ്ടല്ലോ, ഈ കാണുന്ന പാമ്പുകളെയും തേളുകളെയും ജന്തുക്കളെയും തല്ലിക്കൊല്ലാനുള്ള വടിയുമായി വരണേ. ഈ കബറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പാമ്പുകളെ തല്ലിക്കൊല്ലാൻ കഴിയുന്ന, ഈ ഇരുട്ടിൽ നിന്നുകൊണ്ട് പ്രകാശപൂരിതമാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ കൊണ്ടുവരണേ. ആ കബർ നമുക്ക് സമാധാനം കിട്ടാൻ, ആ കബർ പ്രകാശിക്കാൻ, ഇരുട്ടുമുട്ടിയ കബറ് പ്രകാശിക്കാൻ, ജന്തുക്കളുള്ള കബറുണ്ടല്ലോ, ആ കബർ പ്രകാശിക്കാൻ വേണ്ടി ഒരു സൽക്കർമ്മം ഞാൻ പറഞ്ഞു തരാം. റബ്ബിനോട് ദുആ ചെയ്യണം, അല്ലാഹുവോട് ദുആ ചെയ്യണം. പടച്ചവനേ, എന്റെ മരണം നീ സമാധാനവും സന്തോഷവുമുള്ള പുഞ്ചിരിക്കുന്ന മരണമാക്കണേ അല്ലാഹ് എന്ന് നമ്മൾ എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്യണം. ഹബീബായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവോട് എപ്പോഴും ദുആ ചെയ്യണേ, അല്ലാഹുവോട് എപ്പോഴും ദുആ ചെയ്യണേ. അല്ലാഹുവേ, പടച്ചവനേ, എന്റെ അവസാനത്തെ കലാമ്, എന്റെ അവസാനത്തെ വചനം, എന്റെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരുവാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണേ. ഹബീബായ പ്രവാചകനെ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ ദഖലൽ ജന്നാ, അവനിക്ക് സ്വർഗം ഉറപ്പാണ് കേട്ടോ, അവനിക്ക് സ്വർഗം ഉറപ്പാണ് കേട്ടോ. എല്ലാരെയും കൊണ്ട് പറയാൻ കഴിയുകയില്ല, എല്ലാരെയും കൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാരെയും കൊണ്ട് കഴിയില്ല വാപ്പാ. എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം നമ്മൾ പറയുന്നവരാണ്. എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലിരുന്നു കൊണ്ട് ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ്. എങ്കിലോ മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും പറയാൻ കഴിയൂല. അല്ലാഹു ആദരിച്ച, അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവർക്കല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ